ഹായ് നമസ്കാരം. അഭിലാഷ് ഷാട്ടായാണ്. അപ്പോൾ സുരേഷ് കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ്. സുരേഷ് കേട്ടിട്ട് സുരേഷിന് തീരുമാനിക്കാം. സുരേഷേ, ഞാൻ വീഡിയോ ഇടുന്നത് എന്താണെന്നുള്ള സുരേഷ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. സുരേഷ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് 3-4 വീഡിയോ ഇടുമ്പോഴാണ് ഞാൻ വീണ്ടും വീഡിയോ ഇടാൻ വരുന്നത്. സുരേഷ് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും മോശമായ വീഡിയോ ചെയ്യുകയാണെങ്കിൽ പ്രതികരിച്ചോ, വേണ്ടെന്ന് പറയുന്നില്ല. മോശമായ വീഡിയോ കണ്ടാൽ പ്രതികരിച്ചു, ഞാനൊന്നിനും വരില്ല. പക്ഷെ മോശമല്ലാത്ത വീഡിയോയും എന്നെ പല മൃഗങ്ങളുടെ പടമൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എൻ്റെ ഫാമിലി അതിലേക്ക് വലിച്ചിട്ടിട്ട് എൻ്റെ ഫാമിലിയാണ് ഇതെന്നൊക്കെ പറഞ്ഞ് പല വീഡിയോസ് നിങ്ങളിട്ടില്ലേ. ഇത് കേൾക്കുമ്പോൾ സുരേഷ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്കും ശരിക്കും സങ്കടമുണ്ട് ഇല്ലേ. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. നിങ്ങൾ പല രീതിയിലുള്ള നിങ്ങൾ പല രീതിയിലുള്ള ഒരു വർത്തമാനങ്ങളും പറഞ്ഞ് അതായത് എന്തൊക്കെയാണ് പശുവിനെക്കുറിച്ചോ അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തൊക്കെ മോശമായ വീഡിയോ ആണ് എന്നെക്കുറിച്ചിട്ടത്. ഈ പശു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ വീഡിയോ ഇട്ടു എന്നെക്കുറിച്ച് പറഞ്ഞ്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് സുരേഷ് മിണ്ടാണ്ടിരിക്കുന്നത്? എനിക്കും പ്രതികരിക്കണ്ടേ? അപ്പോൾ അതാണ് ഇവിടെ നടന്നത്. എനിക്ക് മെസ്സേജ് അയക്കും. എവിടെയാണെന്നറിയാം? മെസ്സഞ്ചറിൽ. ഈ മെസ്സഞ്ചറിൽ നിങ്ങൾ എനിക്ക് അയച്ചിട്ട് ഞാൻ പറയുന്ന റിപ്ലൈ കേൾക്കാനോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്താണ് എന്നുള്ളതിന് മറുപടി തരാൻ പോലും നിങ്ങൾ തയ്യാറായിട്ടില്ല. എൻ്റെ മെസ്സഞ്ചർ നിങ്ങളെടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്, പലവട്ടം പറയുന്നുണ്ട്, നിങ്ങളെ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളത് കേട്ടിട്ടില്ല. പിന്നെ ഞാനൊരു കാര്യം പറയുകയാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു, ഈ വീഡിയോ ഇടുന്നത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ വിചാരിക്കണമെന്ന്. അത് നേരല്ലേ? കാരണം മറ്റുള്ളവർ പറഞ്ഞാൽ നമുക്ക് തോന്നണം വീഡിയോ ഇടുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ അത് എൻ്റെ മനസ്സാക്ഷി അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടാൻ വരില്ല, വീഡിയോ സ്റ്റോപ്പ് ചെയ്യും. അതായത് മോശപ്പെട്ട വീഡിയോയോ അങ്ങനെ നിങ്ങൾ പറയുന്ന വീഡിയോസൊക്കെ ഇല്ലേ, ലേഡീസ് കണ്ടൻറ്റ്, അത് ഞാൻ തീരുമാനിക്കാം. അല്ലാണ്ട് ഇയാളെ വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനിടില്ല. ബീഡിയൊക്കെ വലിക്കില്ല. ബീഡി വലിക്കുമ്പോൾ നിർത്തുമെന്ന് പലരും പറഞ്ഞാൽ നിർത്തില്ല. അത് നമ്മൾ വിചാരിക്കണം എന്ന് പറഞ്ഞ പോലെയാണ്. ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞാണ്. അത് നിങ്ങളത് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പം ഒരു കാര്യം ഞാൻ പറയാം. ഞാനിടുന്ന പഴയ വീഡിയോ അല്ല, പുതിയ വീഡിയോയിൽ എന്തെങ്കിലും മോശമുള്ള കാര്യം കാണുവാണെങ്കിൽ സുരേഷ് പ്രതികരിക്കുക. ഞാനൊന്നും പറയാൻ പറ്റില്ല. അല്ലാണ്ട് ഈ പഴയ വീഡിയോയും പല മൃഗങ്ങളുടെ പടം വെച്ചിട്ടും പിന്നെ പശുവിനെക്കുറിച്ച് പറഞ്ഞും അങ്ങനെയൊക്കെ വീഡിയോ ഇടുമ്പോൾ നമുക്കും അത് കൊള്ളില്ലേ മാഷേ, അല്ലേ? നിങ്ങൾ പറയുന്നത് നിങ്ങൾ മോശപ്പെടുത്തി എന്നെ പല വീഡിയോ ഇടുന്നുണ്ട്. പല വീഡിയോ നമുക്ക് ടോർച്ചറാവുന്ന രീതിയിൽ ഇടുന്നുണ്ട്. ഞാൻ തെറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ടെങ്കിൽ ഇട്. തെറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ടെങ്കിൽ ഇട്. ഞാനൊന്നും പറയാൻ പറ്റില്ല. പുതിയ വീഡിയോ ഒക്കെ കാണുമ്പോൾ, ഇനി വരുന്ന വീഡിയോസ് കാണുമ്പോൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിട്, അതിൽ പ്രതികരിക്കുക. അപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണ്, ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞതിന് മറുപടിയാണ് ഞാനിപ്പോൾ കുറേ വീഡിയോസ് ഇട്ടത്. നിങ്ങൾ പറഞ്ഞതിന് മറുപടി ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാം. സുരേഷ് ഭായി വീഡിയോ ഇടണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എന്തെങ്കിലും പുതിയ വീഡിയോ എന്തെങ്കിലും മോശമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിട്ടോ, പ്രതികരിച്ചോ, ഞാനൊന്നും പറയാൻ പറ്റില്ല. അല്ലാണ്ട് പഴയ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുപോലെ തന്നെ എന്നെ മോശപ്പെടുത്തി പല രീതിയിലുള്ള ഇത് ഇടുന്നുണ്ട്, അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. ഞാനും നിങ്ങളെക്കുറിച്ചൊരു വീഡിയോ ഇടാൻ വരുന്നില്ല, ഒരു പരിപാടിക്കും വരുന്നില്ല. അതുകൊണ്ട് എൻ്റെ വീഡിയോയുടെ ഇടൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങളും ഓക്കെ ആണെങ്കിൽ ഇതിന് മറുപടി തരിക. ഓക്കെ.